ആയിരിക്കും നമ്മുടെ ഇന്നത്തെ ലക്കിയസ്റ്റ് അല്ല ഈ വർഷത്തിന്റെയും അടുത്ത വർഷത്തിന്റെയും ഇനി ജീവിതകാലം മുഴുവനും ലക്കിയസ്റ്റ് പേഴ്സൺ ആയിട്ടിരിക്കട്ടെ. അപ്പോ നമ്മുടെ എല്ലാവരും ആയിട്ട് ബീനയ്ക്ക് ഒരു സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ആ സമ്മാനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഒരു കോസ്റ്റ്ലി ഒന്നും കേട്ടോ, പക്ഷെ ആ സമ്മാനം നമ്മൾ അറിയാതെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ വാസ്തുപ്രകാരം ഒരു ചൊല്ലുണ്ട്, അവർ ലക്കിയസ്റ്റ് പേഴ്സൺ ആയിരിക്കണം. അതായത് എല്ലാ സൗഭാഗ്യങ്ങളും അവരുടെ വീട്ടിലേക്ക് വരും. എക്സാക്ട്ലി. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടുന്നതാണ്. അത് അങ്ങനെയാണ് കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ ആ സമ്മാനത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ഓക്കെ, അത് വീട്ടിൽ നല്ലോണം സൂക്ഷിച്ചിരിക്കണം കാലാകാലം. ഈ ഈ സമ്മാനം കൊടുക്കാനായിട്ട് ഞാൻ മിനിമത്തെ പിന്നൊരു കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട ബാബു സാറിന് ഓക്കെ നമ്മുടെ പാറ്റ്സിന്റെ വക ഒരു ചെറിയ ഉപഹാരം നൽകി അദ്ദേഹത്തെ ആദരിക്കാൻ പ്രത്യേകം ക്ഷണിച്ചു വിടുന്നു. അത് ബീന തന്നെയായിരിക്കും അവർക്ക് സമ്മാനിക്കുക. അപ്പൊ നമുക്ക് ബീനെ കൊണ്ട് കേക്ക് കട്ടിച്ച് എല്ലാവർക്കും കൊടുക്കാൻ പോകാം. ഒരു ന്യൂ ഇയർ ഫോണിലോ ഇതത് കണ്ടോളൂ. ഫോട്ടോ എടുത്തതിന്റെ ഗ്രൂപ്പിലിട്ടാ ഒരു പാട്ട്. ഹാപ്പി ന്യൂ ഇയർ, വെൽക്കം മ്യൂസിക് മതി. കാരണം ന്യൂ ഇയർ ആയിട്ടില്ലല്ലോ. ന്യൂ ഇയർ ആകും ഇപ്പൊ. ഇപ്പൊ ഇടുവോ എപ്പോഴെങ്ങാനും? അപ്പോൾ വിഷ് യു ഓൾ എ ഹാപ്പി ന്യൂ ഇയർ. എന്തെങ്കിലും പറയാനുണ്ടോ വീണി? ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാനിന്ന് എല്ലാവർക്കും കൂടെ കേക്ക് കൊണ്ടുവരണമെന്ന് ഓർത്തിരുന്നാണ്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ വെച്ച കാരണമാണ് ഞാനത് ഒഴിവാക്കിയത്. അപ്പൊ ഒരുപാട് സന്തോഷം.